മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാൻ പറ്റും 100-ൽ 90 സിനിമയും ശരിക്കും പറഞ്ഞാൽ സ്ട്രഗിളിംഗ് ആണ്. 10 സിനിമ മാത്രമല്ല ശരിക്കും ഒരു ലാഭത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോഴാണ് നമ്മൾ ഈ കൊറോണ ശരിക്കും തകർത്തു എന്ന് ഞാൻ പറയും. കാരണം പല ആളുകളും വായ്പയൊക്കെ എടുത്തിട്ടല്ലേ പല തിയേറ്റർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത സ്റ്റേജ് ഞാൻ പറയുന്നു, വീണ്ടും പല തിയേറ്റർ അടച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം കൊറോണയ്ക്ക് ശേഷം തുറന്നാലും ഇത് വരും. അപ്പോൾ തിയേറ്റർ വല്ലാതെ കുറയാൻ സാധ്യതയുണ്ട്. ഞാൻ മലയാള സിനിമേൻ്റെ ഭാവിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വെറും ഈ മൾട്ടിപ്ലസിലേക്ക് വരും. അപ്പോൾ ഇത് ഇപ്പോൾ കാണുന്ന അവിടെ 250 കൊടുക്കുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും, കാരണം മുമ്പ് 100 കയറിയതല്ല 250 300 എന്നാണ്, കാരണം അവർക്കും ഇത് വരും. ഇങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി തിയേറ്റർ കുറയും. ഇത് മലയാള സിനിമയ്ക്ക് നല്ല പണിയാണ് കിട്ടുന്നത്. 1. 2, ഈ OTT പ്ലാറ്റ്ഫോം എന്നുള്ളത് മുൻകാലങ്ങളില്ലാത്തൊരു സംഭവം. എനിവേ ഇത് വന്നപ്പോൾ കിട്ടി. അപ്പോൾ ഈ OTTക്കാരൻ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞ പൈസയ്ക്ക് 25 കോടിക്ക് ഞങ്ങൾ തരാം. കാരണം ഇവർക്കിപ്പോൾ എന്താണ്, OTTയിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് മെസ്സേജ് വരണം. ഇങ്ങനെ കേരളത്തിൽ 1 കോടി സിനിമാ ആരാധകരുണ്ടെങ്കിൽ ഈ 1 കോടി സിനിമാ ആരാധകരും 1000 രൂപ കൊടുത്തു സബ്സ്ക്രൈബ് ചെയ്ത് ഇനി ഒരു പൈസ കുറയ്ക്കും. പിന്നെ ഇവർക്ക് എന്തായി, പിന്നെ സാർ ഒരു ബിഗ് ബഡ്ജറ്റ് പടം കൊണ്ട് വരുമ്പോൾ ഒരു പറയും 2 കോടി തരാം വേണേ വെച്ച് ചോദിക്കും എന്ന് പറയുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, നാട്ടുകാർ നിങ്ങളോട് ചോദിക്കും, അത് നിങ്ങൾ കൊടുക്കാത്തതെന്നാണ്. ഇത് പണിയാണ്. ഞാൻ പറയുന്നു OTT ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ഭാവിയിൽ ഇപ്പോൾ അവർ മുന്നും പിന്നും നോക്കാതെ എടുക്കുന്നത് ഈ OTT എന്നുള്ള പ്ലാറ്റ്ഫോമിനെ കൃത്യം ഒരു സന്തോഷ് പണ്ഡിറ്റ് ഈ സിനിമ ഫസ്റ്റ് ചെയ്തിട്ടൊരു ബേസ് ഉണ്ടാക്കിയ പണിയാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത്. അല്ല അതിന് വേറൊരു എല്ലാവരും ചെയ്യുന്ന ഒരേ ബിസിനസ്സാണ്. ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതാവും. ഞാൻ പറഞ്ഞു ഇപ്പോൾ ആകെ ഒരു മൊബൈൽ കമ്പനി ഉള്ളെങ്കിൽ പിന്നെ ഒരു പറയാണ് മാസം 500 രൂപ അടച്ചാലേ തരുള്ളൂ എന്നാണ്. ഇപ്പോൾ നിങ്ങൾ 250 ഉള്ളൂ എന്നതിൻ്റെ പ്രസക്തി ഇല്ലാതാവും. കാരണം അവൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, വേറെ ഓപ്ഷനില്ല. ഇങ്ങനെ വരുമ്പോൾ ഈ സെക്കൻഡ് ഹാൻഡ് നടന്മാരെ വെച്ചിട്ടുള്ള ലോ ബഡ്ജറ്റ് സിനിമക്കാർക്ക് കുറച്ചും കൂടെ ഗുണമാണ്. അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ എല്ലാം ചെയ്ത് മാക്സിമം കട്ടിച്ച് പിടിച്ച് ചെയ്യുന്നവനെ എങ്ങനെ പോലും യൂട്യൂബും അല്ലെങ്കിൽ ഇപ്പോൾ OTT റിലീസ് ചെയ്താലും കുറച്ചാൾ കണ്ടാൽ മതി, ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യുന്നതും ഇവിടുത്തെ സൂപ്പർ താരങ്ങൾക്ക് ഇതൊരു പണിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ സ്വന്തം സിനിമ കഴിയുന്നത് OTT ചെയ്യരുത്. ഇത് ഇന്ന് നിങ്ങൾക്ക് ഗുണമാണ്, നാളെ നിങ്ങൾക്ക് മുട്ടം പണിയാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഇന്ന് തരുന്ന പൈസ അവർ നാളെ തരില്ല സർ. ഇനി ആ സമയത്ത് നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഈ തിയേറ്ററുകാർക്ക് ദേഷ്യം പിടിക്കും. കാരണം എല്ലാ പടവും അങ്ങോട്ടല്ലേ പോകുന്നത്, കാരണം അവരാഗ്രഹിക്കുന്ന പടങ്ങളൊക്കെ പോകുന്നു. അപ്പോൾ അവർ തിയേറ്റർ കൂട്ടിപ്പോയാൽ എന്താവും? അവസാനിക്ക് എന്താണെന്നറിയോ സർ, എഴുതി വെച്ചോ, ഇവിടുത്തെ തിയേറ്ററൊക്കെ ഇവിടുത്തെ സൂപ്പർ താരങ്ങൾ തന്നെ കുറേ തിയേറ്റർ ഉണ്ടാക്കേണ്ട ഗതികേടാവും. മലയാള സിനിമ കൊണ്ട് ഒരു 100 പേർക്ക് ഗുണമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അതിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അഭിനയത്തിൽ നിന്നോ അല്ലെങ്കിൽ മേക്കപ്പോ മറ്റുള്ള ജോലികൾ ചെയ്തിട്ട് ഒരു 6 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന എത്ര ആൾക്കാരുണ്ട്? അല്ല ഞാൻ പറഞ്ഞ ടാക്സ് കൊടുക്കുന്ന ലെവലിലുള്ള ഒരു കുറവാണ്. തിയേറ്ററുകാരെ മറക്കണം. കാരണം അവർ ഇത്രയും വലിയൊരു സ്ഥാപനം തുറന്നു വെച്ചിട്ടാണ് ഒരു പെട്ടിപ്പീടിയൻ്റെ പൈസ പോലും കിട്ടാണ്ട് 2 കൊല്ലമായി തെണ്ടി നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇനി തുറന്നാൽ അവർ ടാക്സ് കൊടുക്കുന്നില്ലേ നിങ്ങൾ പറയരുത്. കാരണം അതിന് പകരം അവൻ വേറൊരു 2 ഷോപ്പ് തുറന്ന ആൾക്ക് ഇതിലും ഗുണമാണ്. തിയേറ്ററുകാരെ മറക്കും.